ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. 8 ആക്ടിവിറ്റീസ് ആർ ഗിവൺ. ആൻസർ എനി 6 ഔട്ട് ഓഫ് ദം. 8 പ്രവർത്തനങ്ങൾ നൽകിയിരിക്കുന്നു. അതിൽ നിന്നും ഏതെങ്കിലും 6 പ്രവർത്തനങ്ങൾക്ക് ഉത്തരമെഴുതുക. ആക്ടിവിറ്റി 1, ഡിഫൈൻ ഫുഡ് വെബ്. എന്താ പറഞ്ഞിരിക്കുന്ന മക്കളെ? ഡിഫൈൻ ഫുഡ് വെബ് എന്ന് വെച്ചാൽ എന്താ? ആഹാര ശൃംഖലാ ജാലം എന്തെന്ന് വിശദീകരിക്കുക. അപ്പം നമുക്കത് ചെയ്ത് നോക്കാം. ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇന്റർറിലേഷൻഷിപ്പ് അമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ സ്മോൾ ഫുഡ് വെബ് ദാറ്റ് ഇൻക്ലൂഡ്സ് പ്ലാങ്ക്ടൺസ്, ഷാർക്ക്, സർഡൈൻ, സ്ക്വിഡ് ആൻഡ് സീ ടർട്ടിൽ. അപ്പോൾ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? പ്ലവകങ്ങൾ, സ്രാവ്, മത്തി, കണവ, കടലാമ എന്നിവയെ ഉൾപ്പെടുത്തി ഒരു ലഘുഭക്ഷ്യ ശൃംഖലാജാലം തയ്യാറാക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓർഗാനിസം ഓൾവേസ് ബിക്കം ദ ഫസ്റ്റ് ലിങ്ക് ഇൻ ദ ഫുഡ് ചെയിൻ? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ആഹാര ശൃംഖലയുടെ ആദ്യ കണ്ണി എപ്പോഴും ഏതിനം ജീവികളാകും? അപ്പോൾ എന്താ മക്കളെ ഇതിൻ്റെ ആൻസർ വരിക? ഗ്രീൻ പ്ലാന്റ്സ് അല്ലേ, ഹരിത സസ്യങ്ങൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ഒബ്സർവ് ദ ഫോളോയിങ് ഇലിസ്ട്രേഷൻ. വാട്ട് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് കോൾഡ്? അപ്പം പ്രവർത്തനം 2 അടുത്തത്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിക്കൂ. ആദ്യത്തെ ചോദ്യം എന്താ? ഇലകളുടെ ഈ രീതിയിലുള്ള ക്രമീകരണത്തിന് പറയുന്ന പേരെന്ത്? അപ്പോൾ എന്തായിരിക്കും മക്കളെ അതിൻ്റെ ഉത്തരം വരിക? അതിൻ്റെ ഉത്തരം റോൾഡ് ഫിലോടാക്സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ആൻഡ് ദ ഓപ്പോസിറ്റ് ഫിലോടാക്സി? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതും എതിർവിന്യാസവും തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും എന്തായിരിക്കും മക്കളെ? റോൾഡ് ഫിലോടാക്സി ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് മോർ ദാൻ 2 ലീവ്സ് അറൗണ്ട് എ നോഡ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പാർവത്തെ 2ൽ കൂടുതൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് സർപ്പവിള വിന്യാസം. അടുത്തത്. ഓപ്പോസിറ്റ് ഫിലോടാക്സി ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് 2 ലീവ്സ് ഇൻ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ നോഡ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പർവ്വത്തിൻ്റെ ഇരുവശത്തുമായി 2 ഇലകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് എതിർവിന്യാസം. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. വൈ ആർ ലീവ്സ് അറേഞ്ച്ഡ് ഇൻ സച്ച് ഡിഫറെൻറ്റ് വേസ് ഓൺ പ്ലാന്റ്? അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? എന്തിനാണ് സസ്യങ്ങളിൽ ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ എന്തിനായിരിക്കും മക്കളെ? ഫോർ ഗെറ്റിംഗ് സൺലൈറ്റ് ടു പെർഫോം ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷണം നടത്താനായി സൂര്യപ്രകാശം ലഭിക്കുവാൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ഒബ്സർവ് ദ ഫോളോയിങ് ഇലിസ്ട്രേഷൻ. പ്രവർത്തനം 3, ചിത്രീകരണം നിരീക്ഷിക്കൂ. ചോദ്യം നോക്കാം. വാട്ട് ഡസ് ദിസ് ഇലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഇത് എന്തിൻ്റെ ചിത്രീകരണമാണ്? പ്രകാശ സംശ്ലേഷണം അല്ലേ. അപ്പോൾ എന്താ ആൻസർ എഴുതുക? ഫോട്ടോസിന്തസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ നെസസറി കമ്പോണൻസ് ഫോർ ദിസ് പ്രോസസ്? വാട്ട് ആർ ദ റിസൾട്ടിംഗ് പ്രോഡക്ട്സ്? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രക്രിയക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം, ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമായിരിക്കും മക്കളെ? ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം, ഹരിതകം അല്ലേ. അപ്പോൾ ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസ്, ഓക്സിജൻ. ഫാക്ടേഴ്സ് നീഡഡ്: കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. പ്രോഡക്ട്സ്: ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർ പ്ലാന്റ്സ് ദ ഓൺലി വൺസ് ബെനിഫിറ്റിംഗ് ഫ്രം ദിസ് പ്രോസസ്? എക്സ്പ്ലെയിൻ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രക്രിയ കൊണ്ട് സസ്യങ്ങൾക്ക് മാത്രമാണ് പ്രയോജനം, വിശദീകരിക്കുക. അപ്പോൾ എന്താ മക്കളെ അതിൻ്റെ ആൻസർ വരിക? ഈ പ്രക്രിയ കൊണ്ട് സസ്യങ്ങൾക്ക് മാത്രമാണ് പ്രയോജനം അല്ലേ. അപ്പോൾ നോ എഴുതുക. ജന്തുക്കൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജനും കഴിക്കാൻ ആവശ്യമായ ആഹാരവും ഇതുവഴി ലഭിക്കുന്നു അല്ലേ. Through this, the animal get the oxygen they need to breathe and the food they need to eat. Next activity 4, look at the table prepared by Anu about some disease. അപ്പോൾ പ്രവർത്തനം 4 അടുത്തത്. അനു ചില രോഗങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. ഫസ്റ്റത്തെ ബോക്സിൽ ക്യാൻസർ, ഡയബറ്റീസ്, ജോണ്ടിസ്, എപ്പിലെപ്സി,
റുമറ്റിസം, ഹൈപ്പർ ടെൻഷൻ. നെക്സ്റ്റ് രണ്ടാമത്തെ ബോക്സിൽ ലെപ്റ്റോസ്പൈറോസിസ്, റാറ്റ് ഫീവർ, ഡെങ്കു ഫീവർ, കോവിഡ്, നിപ, അനീമിയ, ഫൈലേറിയാസിസ്. അപ്പോൾ അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എ, റൈറ്റ് ദ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ്ലി. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അനു തരംതിരിച്ചതിൻ്റെ മാനദണ്ഡങ്ങൾ എഴുതുക. അപ്പോൾ എന്താ മക്കളെ അതിൻ്റെ ആൻസർ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകരാത്ത രോഗങ്ങൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകരുന്ന രോഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദർ എനി എറേഴ്സ് ഇൻ അനൂസ് ക്ലാസിഫിക്കേഷൻ? അനു തരംതിരിച്ചതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ? ഉണ്ടോ കൂട്ടുകാരെ? തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ. മഞ്ഞപ്പിത്തം പകരുന്ന രോഗവും വിളർച്ച പകരാത്ത രോഗവുമാണ്. യെസ്, ജോണ്ടിസ് ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് അനീമിയ ഈസ് എ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 2 more എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഓഫ് 2 ഗ്രൂപ്പ്സ്. 2 കൂട്ടങ്ങളിലേക്ക് 2 വീതം ഉദാഹരണങ്ങൾ കൂടി എഴുതുക. എന്തൊക്കെയായിരിക്കും മക്കളെ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കിഡ്നി സ്റ്റോൺ, ഫാറ്റി ലിവർ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എയ്ഡ്സ്, കോളറ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ റിഗാർഡിംഗ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. പ്രവർത്തനം 5, രോഗങ്ങൾ പകരുന്നതുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. ഫസ്റ്റ് ഡിസീസ്, സെക്കൻഡ് വേ ഓഫ് സ്പ്രെഡിങ്. ഡിസീസ് രോഗം പകരുന്ന രീതി, വേ ഓഫ് സ്പ്രെഡിങ്. ഫസ്റ്റ് worm disease, tetanus through soil, typhoid and jaundice through water and food, dengue fever, chikungunya through mosquito, leprosy, conjunctivitis through men through contact. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റത്തെ രോഗം വേം ഡിസീസ്, വീരശല്യം. പിന്നെ ടെറ്റനസ്, അത് പകരുന്നത് മണ്ണിലൂടെ. അടുത്തത് ടൈഫോയിഡും മഞ്ഞപ്പിത്തം, അത് പകരുന്നത് ജലവും ഭക്ഷണവും വഴി. അടുത്തത് ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, കൊതുക് വഴി. കുഷ്ഠം, ചെങ്കണ്ണ്, മനുഷ്യൻ വഴി, അതായത് സമ്പർക്കം വഴി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 പ്രിക്കോഷൻ ടു ബി ടേക്കൻ ടു പ്രിവെൻറ്റ് സോയിൽ ബോൺ ആൻഡ് സീവേജ് ബോൺ ഡിസീസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ എടുക്കേണ്ട ഏതെങ്കിലും 2 മുൻകരുതലുകൾ എഴുതുക. അപ്പോൾ എന്തായിരിക്കും മക്കളെ? യൂസ് ചപ്പൽ, അവോയ്ഡ് ദ കോണ്ടാക്ട് ഓഫ് ബോഡി ബോൺസ് വിത്ത് സീവേജ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, വാട്ട് ഈസ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി? പ്രവർത്തനം 6, എന്താണ് ആർജിത രോഗപ്രതിരോധ ശേഷി? അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഈസ് ദ ഇമ്മ്യൂണിറ്റി അക്വയർഡ് ത്രൂ വാക്സിനേഷൻസ്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷിയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ റിഗാർഡിംഗ് ഇമ്മ്യൂണൈസേഷൻ. പ്രതിരോധ കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഫസ്റ്റ് വാക്സിനേഷൻ, കുത്തിവയ്പ്പ്. ഫുൾ ഫോം, മുഴുവൻ പേര്. ഡിസീസ്, രോഗം. BCG. BCGൻ്റെ ഫുൾ ഫോം എന്നാ? ബാസിലസ് കാൽമെറ്റ്-ഗോറിൻ. രോഗം ക്ഷയം, ട്യൂബർകുലോസിസ്. നെക്സ്റ്റ് OPV, ഓറൽ പോളിയോ വാക്സിൻ. അടുത്തത് പോളിയോ ഡിസീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം 2 എപ്പിഡമിക് ദാറ്റ് വി ഹാവ് സർവൈവഡ് ത്രൂ വാക്സിനേഷൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ നാം അതിജീവിച്ച 2 മഹാമാരികളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ സ്മോൾ പോക്സ്, പ്ലേഗ്. വസൂരിയും പ്ലേഗും. ആക്ടിവിറ്റി 7, റൈറ്റ് 3 കൺക്ലൂഷൻ ബൈ അനലൈസിങ് ദ ടേബിൾ ബിലോ. പ്രവർത്തനം 7, താഴെ കൊടുത്ത പട്ടിക അപഗ്രഥിച്ച് എത്തിച്ചേരാവുന്ന 3 നിഗമനങ്ങൾ എഴുതുക. ഫസ്റ്റ് സോൾവെൻറ്റ്, നെക്സ്റ്റ് സൊല്യൂട്ട്, ഷുഗർ, സാൾട്ട്, കോപ്പർ സൾഫേറ്റ്, ജാഗ്രി, പൊട്ടാസ്യം മാംഗനേറ്റ്, ജാക്ക് ഫ്രൂട്ട് ഗം, പെയിൻറ്റ്. പിന്നെ വാട്ടർ, കോക്കനട്ട് ഓയിൽ, കെറോസിൻ. ഇൻ ദ ഗിവൺ ലിക്വിഡ്സ്, വാട്ടർ ഹാസ് ദ മോസ്റ്റ് dissolution ability. Some materials which are soluble in water are not soluble in coconut oil and kerosene. Some materials which are not soluble in water and soluble in coconut oil and kerosene. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിട്ടുള്ള ദ്രാവകങ്ങളിൽ കൂടുതൽ അയകശേഷി ജലത്തിനാണ്. വെള്ളത്തിൽ ലയിക്കുന്ന ചില വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നില്ല. വെള്ളത്തിൽ ലയിക്കാത്ത ചില വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വാട്ട് ഈസ് സൊല്യൂട്ട്, സോൾവെൻറ്റ്,
and solution with example. ലീനം, ലായകം, ലായനി എന്നിവ എന്തെന്ന് ഉദാഹരണ സഹിതം വിശദീകരിക്കുക. A substance that dissolves is called a solute and the substance in which it dissolves is called a solvent. A solution is formed when the solute is dissolved in the solvent. In salt solution, salt is the solute and the water is the solvent. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനമെന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകമെന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചിട്ടുണ്ടാകുന്നതാണ് ലായനി. ഉപ്പുലായനിയിൽ ഉപ്പ് ലീനവും ജലം ലായകവുമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 8. നെയിം എനി 4 വാട്ടർ സോഴ്സസ് ഇൻ യുവർ ലൊക്കാലിറ്റി. പ്രവർത്തനം 8. നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും 4 ജലസ്രോതസ്സുകളുടെ പേരെഴുതുക. ഇതാണ് മക്കളെ നിങ്ങളുടെ നാട്ടിലുള്ള ജലസ്രോതസ്സുകൾ. കിണർ, കുളം, പുഴ, തോട്. വെൽ, പോണ്ട്, റിവർ, ബ്രൂക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 ഇൻസ്റ്റൻസ് വേർ ദീസ് ആർ കണ്ടാമിനേറ്റഡ്. ഇവ മലിനമാകുന്ന ഏതെങ്കിലും 2 സന്ദർഭങ്ങൾ എഴുതുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ കുളങ്ങളും പുഴകളുമൊക്കെ മലിനമാകുന്ന സന്ദർഭങ്ങൾ? ആദ്യത്തേത് ഹോട്ടലുകൾ, ഫാക്ടറികൾ എന്നിവയിലെ മലിനജലം ജലാശയങ്ങളിൽ ഒഴുകിയെത്തുന്നു അല്ലേ. അടുത്തത് കൃഷിയിടങ്ങളിൽ നിന്നും രാസകീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ ജലാശയങ്ങളിൽ എത്തിച്ചേരുന്നു. Waste water from hotels and factories flows into water bodies. Residues of chemical pesticides from agriculture fields reach water bodies. Next question. Write any 3 methods for preventing water pollution. ജലസംരക്ഷണത്തിനുള്ള ഏതെങ്കിലും 3 മാർഗങ്ങൾ എഴുതുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും കൂട്ടുകാരെ? ഹോട്ടലുകൾ, ഫാക്ടറികൾ എന്നിവയിലെ മലിനജലം അവിടെ തന്നെ മണ്ണിലേക്ക് താഴാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. രാസകീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ തള്ളുന്നതിനെതിരെ ജനകീയ ഇടപെടലുകൾ സംഘടിപ്പിക്കുക. Prepare system for on-site disposal of waste water from hotels and factories. Minimize the use of chemical pesticides. Organize public interventions against dumping of waste in water bodies. അപ്പോൾ ബേസിക് സയൻസിൻ്റെ എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.